ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ളോഗ്. ഞാൻ അനന്തപുര ജിലാൽ. അപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്നതും നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും നിങ്ങളെല്ലാവരും ചോദിച്ചിരുന്നതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് കണ്ട് ഈ ഗ്ലാസ്സിൽ കുറേ വെട്ടം കാണാൻ പറ്റും. അതായത് ഞാൻ ഇവിടെ ഒരു ലൈറ്റ്, നടുക്ക് ഒരു ലൈറ്റ്, മുകളിൽ ലൈറ്റ്, ഇങ്ങനെ 3 ലൈറ്റുകൾ വെച്ച് ഇങ്ങനെയാണ് എൻ്റെ ഈ വെട്ടം കൺട്രോൾ ചെയ്യുന്നത്. എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് തന്നെ പോക്കളയാം. അപ്പോൾ എല്ലാ തവണ പറയുന്ന പോലെ തന്നെ 2 കൂട്ടർ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അതായത് ഒന്നാമത്തെ കൂട്ടർ അവർ ഈ തലമുടിയെ പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോ, അപ്പം തലമുടിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾക്കാർ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അതായത് തലമുടി പൊളിച്ചതിനെ കുറിച്ച് കെയർ ചെയ്യാത്തവരോ അതിനെപ്പറ്റി ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരോ ആരും വീഡിയോ കാണണ്ട. രണ്ടാമത്തെ കൂട്ടർ സമയമില്ലാത്ത കാര്യം ഈ വീഡിയോ കണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറയുന്നത് കുറേ ഞാൻ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും ഞാൻ ഈ ഡയലോഗിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് കേൾക്കാണ്ട് കുറേ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ചോദിക്കും, ബ്രോ അതിൻ്റെ ലിങ്ക് ഉണ്ടോ, അത് എങ്ങനെയാണ് വാങ്ങേണ്ടത്, അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആരും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഡൗട്ടായിട്ട് ചോദിക്കുന്നതെങ്കിൽ സത്യമായിട്ട് ഞാൻ ഈ ആൻസർ പറഞ്ഞു തരില്ല. ഓക്കെ, സത്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് തലമുടിയെ പറ്റി തന്നെയാണ്. അപ്പോൾ തലമുടിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. അപ്പോൾ നമുക്ക് മുടി കൊഴിച്ച് നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് തലമുടി എങ്ങനെ കെയർ ചെയ്യാം, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഏത് ഷാമ്പു ഉപയോഗിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം പറയാനും മാത്രമല്ല, നമ്മുടെ സാധനം വന്നിട്ടുണ്ട്, ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡറും ചെയ്യാം. തലമുടി തേക്കാനുള്ള സാധനമാണ് നമ്മുടെ റെഡേഞ്ചേഴ്സിൻ്റെ ഹെയർ ഓയിലാണത്. അതായത് റെഡൻസിൽ കണ്ടന്റിനുള്ള ഹെയർ ഓയിൽ പ്ലസ് ബിയർഡ് ഓയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ബിയർഡിനെ കുറിച്ചുള്ള ഒരു കാര്യമില്ല, ബിയർഡിനെ കുറിച്ച് ഒന്നുമല്ല നമ്മളിന്ന് പറയുന്നത്, മൊത്തം തലമുടിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ തലമുടി പൊഴിഞ്ഞു പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ചില ആൾക്കാർക്ക് നമുക്ക് ഈ പാരമ്പര്യമായിട്ട് തലമുടി പൊഴിഞ്ഞു പോകുന്നവരുണ്ട്. അപ്പം അവരെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെ ഈ സ്ഥലം മാറി നിൽക്കുന്നവർ, നമ്മൾ ഈ വെള്ളം മാറി നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് തലമുടി പൊഴിയാം, നമ്മൾ മുടി കെയർ ചെയ്യാത്തപ്പോൾ നമുക്ക് തലമുടി പൊഴിയാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളും ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ തലമുടി പൊഴിയുന്ന മെയിൻ കാര്യം എനിക്ക് പൊഴിഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ബാംഗ്ലൂർ എന്ന സമയത്ത് അവിടുത്തെ ആ കൂതറ വെള്ളത്തിൽ കുളിച്ചാണ് തലമുടി മൊത്തം പോയത്. ബാംഗ്ലൂരുള്ളവർ ആരെയും ചീത്ത വിളിക്കരുത്, അവിടുത്തെ വെള്ളം മഹാബോറാണ്. ബോറെന്നല്ല, ആ വെള്ളത്തിന് ഭയങ്കര ഹാർഡ് വാട്ടറാണ്. അതാണ് ഏറ്റവും വലിയ സീൻ. നമുക്ക് ആ വാട്ടർ ഹീറ്റർ തന്നെ അത് ഞങ്ങളിവിടെ 3 മാസത്തിൽ ഒരിക്കൽ അത് അഴിച്ച് ക്ലീൻ ചെയ്ത്, അത്രയ്ക്ക് ഹാർഡ് വാട്ടറാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തലമുടി മൊത്തം പോകുന്ന എല്ലാവരെയും മെയിൻ റീസൺ ഈ ഹാർഡ് വാട്ടറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ തലമുടി വാഷ് ചെയ്യത്തില്ല. അപ്പോൾ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തലമുടി വാഷ് ചെയ്യൂ. വാഷ് ചെയ്താലും നമ്മൾ ഡിസ്റ്റിലറി വാട്ടർ ഉണ്ടല്ലോ, കുടിക്കുന്ന വെള്ളം, ആ വെള്ളം ഒരു കപ്പ് എടുത്ത് കൊണ്ടുവന്നിട്ട് ആദ്യം നോർമൽ വാട്ടർ ഞാൻ വെള്ളം വെച്ച് വാഷ് ചെയ്ത് കളയും. അതിന് ശേഷം നമ്മൾ കുടിക്കുന്ന വെള്ളം കൊണ്ടുവന്നിട്ട് അത് ഒരു കുപ്പിയെ കൊണ്ടുവന്നിട്ട് അത് ലാസ്റ്റ് തലയിൽ ഒഴിച്ച് വാഷ് ചെയ്ത് കളയും. അത്രയേ ഉള്ളൂ. അല്ലാതെ ആ വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ നമ്മൾ തല തുടച്ച് വെച്ചിരുന്നാൽ അത് പിന്നെയും നമുക്ക് മുടി പൊഴിയാനുള്ള ചാൻസ് കൂട്ടും. രണ്ടാമത്തെ കാര്യം, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം. ഞാൻ പറയുന്നത് എൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാവർക്കും അതേപോലെ ആയിരിക്കണമെന്നില്ല, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം, ഞാൻ ഷാമ്പൂവിന് പകരം ഉപയോഗിച്ചിരുന്നത് ബേബി സോപ്പാണ്. ഷാമ്പൂ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ദീദി ഷാമ്പൂ അങ്ങനത്തെ കുറച്ച് നമ്മൾ മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ നമ്മുടെ ബേബി ഷാമ്പൂ, ബേബി സോപ്പ്, അതാണ് നമുക്ക് ഏറ്റവും ഹെൽത്തി. കൊച്ചുങ്ങളെയൊക്കെ കുളിപ്പിക്കുന്നത് നമുക്ക് വലിയ ഒരു ഹാർംഫുൾ ആയിട്ടുള്ള ഐറ്റം അല്ല. നമുക്ക് തലയിലൊക്കെ സോപ്പ് നന്നായിട്ട് തേക്കാം, ഫേസും വാഷ് ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആഴ്ചയിൽ 2 തവണ നിങ്ങൾ ഷാമ്പൂ ഉപയോഗിക്കുക. അതും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അത് വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം. അല്ലാത്ത ടൈമിൽ നമ്മൾ ഷാമ്പൂ ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനിന്ന് ഷാമ്പൂ ഉപയോഗിച്ചതാണ്, മുടി ഇങ്ങനെ മെസ്സിയായിട്ട് കിടക്കുന്ന കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആഴ്ച 2 തവണ മാത്രം ഓയിൽ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ച വെളിച്ചെണ്ണ, ഞാൻ ആട്ടിയ വെളിച്ചെണ്ണയോ കാച്ചിയ വെളിച്ചെണ്ണയോ പിന്നെ ഈ പച്ചമരുന്നുള്ള കൂട്ടിലുള്ള വെളിച്ചെണ്ണ അങ്ങനെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ സാധാ പച്ച വെളിച്ചെണ്ണ, അതായത് മില്ലിൽ നിന്നൊക്കെ ആട്ടി കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ട് ആ ജസ്റ്റ് ഒന്ന് ഒരു വൈകുന്നേരങ്ങളെടുത്തിട്ട് ഒരു ചെറിയ സ്പൂണിലെടുത്ത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യും, ചെറിയ ഹീറ്റ്. ശേഷം കയ്യിലങ്ങോട്ട് ഒഴിക്കുക, അതങ്ങോട്ട് തേച്ചങ്ങോട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു ചെറിയ ഹീറ്റോട് കൂടി നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാ ഹെയർ ഫോളിക്കിൾസിലും അത് പോയി നല്ല സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പെനട്രേറ്റ് ആവും. എന്നിട്ട് ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് അങ്ങനെ വെച്ച ശേഷം കഴുകി കളയുക. അത്രയേ ഉള്ളൂ. ആഴ്ചയിൽ 2 തവണ അങ്ങനെ ചെയ്താൽ മതി. മുടി വെച്ച് നമുക്ക് ഒരുവിധം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മുടിയിൽ എണ്ണ തേക്കുന്നതുകൊണ്ട് മെയിനായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്,
നമ്മുടെ മുടിയുടെ തിക്നെസ് കൂടും. താരൻ്റെ പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. മുടി പൊട്ടിപ്പോകുന്നതോ, മുടി സ്പ്ലിറ്റൻസ് വരുന്നതോ, പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. മുടി പൊഴിയുന്നതൊക്കെ നമുക്ക് ഈ എണ്ണ വെച്ച് നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ടും പൊഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഹെയർ ഓയിൽ. അപ്പോൾ ഈ ഹെയർ ഓയിൽ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസം ആവും. അതായത് ഞാനിപ്പോൾ എല്ലാ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. ഞാൻ ബീഡിലൊക്കെ ഉപയോഗിക്കുന്ന ബീഡ് ഓയിലും കൂടിയാണ്. ഇത് ബീഡ് ഓയിൽ പ്ലസ് ഹെയർ ഓയിലാണ്. അപ്പോൾ നമുക്ക് തലയിലും തേക്കാം, താടിയിലും തേക്കാം. തലയിലും തേക്കാം, താടിയിലും തേക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഓയിൽ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഇത് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ അല്ല, ആമസോണിലും അവൈലബിൾ അല്ല. ഇത് ഈ റെഡെൻസിൽ എന്ന ബ്രാൻഡിൻ്റെ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പോകുന്ന ആ ലിങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റൂ. വേറെ ഒന്നും നിങ്ങൾ ചെക്ക് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കിട്ടില്ല. ഇതിന് മാത്രം ഓർഡർ ചെയ്ത് വാങ്ങിക്കുക. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 500 രൂപയാണ്. പിന്നെ ഇത് COD ആണ്. മുൻകൂറായി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. സാധനം കിട്ടിയ ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ ഓയിലിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഇതിനകത്ത് ഫസ്റ്റായിട്ടുള്ള സാധനമാണ് REDENSYL. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെയാണ് REDENSYL എന്ന സാധനം നമുക്ക് നമ്മളെ ഹെയർ ഫാൾ, അതായത് മുടി പൊഴിച്ചിൽ നിർത്താനും പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭയങ്കരമായ സംഭവമാണ് ഈ REDENSYL എന്ന സാധനം. പിന്നെ ഇതിൽ ചേർത്തേക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഓയിലുകൾ, ഒരു 15ഓളം ഓയിൽസിൻ്റെയും കൂടെ ഒരു നല്ലൊരു ബ്ലെൻഡാണ് ഈ സാധനം. അപ്പോൾ നമുക്കിത് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിത് 17 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ് ആദ്യം ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത് മിനോക്സിഡിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ മിനോക്സിഡിൽ ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നേ ഇല്ല. അതിൻ്റെ പാട്ടയും പെട്ടിയിലെടുത്ത് കളഞ്ഞു. ഇനി വേണ്ട സാധനം. എത്ര നാളത് ഉപയോഗിക്കും? അതാണ് മെയിൻ സീൻ. അപ്പോൾ ഇത് നമുക്ക് തലയിൽ ഉപയോഗിക്കും. ഞാനിപ്പോൾ മിനോക്സിഡിൽ ഞാൻ ഡോസേജ് കുറച്ചാണ് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരു മുടി പോലും പൊഴിയുന്നില്ല. നമുക്ക് നോർമലി പൊഴിയുന്ന പോലെയാണ്. അത് നമ്മളിപ്പം കട്ടിലോ ബെഡിലോ ഒക്കെ 4-5 മുടി അത്രയൊക്കെ പോകുന്നുള്ളൂ. ഒരു മുടി പൊഴിച്ചിട്ട് ഇപ്പം ഞാൻ മിനോക്സിഡിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 2 ആഴ്ച എങ്കിലും ആവും. ഇതുവരെ എനിക്ക് മുടി പൊഴിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. നന്നായിട്ട് ഇത് മുടി നല്ല ഗ്രോത്ത് കിട്ടും. നിങ്ങൾക്ക് കാണുന്നുണ്ട് എൻ്റെ പഴയ വീഡിയോയിലും ഈ വീഡിയോയിലും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഈ ഷർട്ടിട്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തത്, നമ്മളെ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ ചെയ്തത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും, എൻ്റെ താടിയിലും മീശയിലും തലമുടിയിലുണ്ടായ മാറ്റം. അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം മുടി പൊഴിച്ച് നന്നായിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. മാത്രമല്ല മുടി നല്ല തിക്കാവുന്നുണ്ട്, നല്ല ഷൈനി ആവുന്നുണ്ട്, നല്ല സ്മൂത്ത് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വേറെ ഓയിലിൻ്റെ ഒന്നും ഉപയോഗിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. താടിയിലും തേക്കാം, തലയിലും തേക്കാം. വേറെ ബോട്ടിലായി കൊണ്ടു നടക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഇത് 30 ml ആണ്. അപ്പോൾ നമ്മൾ താടിയിലും മീശയിലായിട്ട് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് 1 മാസത്തിന് മുകളിൽ നമുക്ക് എന്തായാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ എടുക്കുക, ഇത്രയും ഒരു 5 തുള്ളി എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ മുടി ഡയറക്റ്റ് നമുക്ക് സ്കാൽപ്പിലാണ് അത് അപ്ലൈ ചെയ്യണം. മുടി പറ്റാതെ സ്കാൽപ്പിൽ മാത്രം പറ്റിക്കണം. ഇങ്ങനെ ഒരു തുള്ളി, ഇവിടെ ഒരു തുള്ളി, ഇവിടെ ഒരു തുള്ളി, ഇവിടെ ഒന്ന്, ഫ്രണ്ടിലൊന്ന്, പിന്നെ ബാക്കിലൊന്ന്, ഇവിടെ ഒന്ന്. തീർന്നു. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. ഒരു 2 മിനിറ്റ് അല്ല, ഒരു 4 മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്തോ. നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ട് പെനട്രേറ്റ് ആയി പോകണം. അപ്പം നന്നായിട്ട് മസാജ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് സെറ്റായിട്ട് എല്ലായിടത്തൊക്കെ ഒന്ന് ആവും. അപ്പം നന്നായിട്ട് മസാജ് ചെയ്യുക. ഓക്കെ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് തേച്ചതിന് ശേഷം ഇത് വാഷ് ചെയ്യണമെന്ന്. ഇത് വാഷ് ചെയ്യേണ്ട ഒരു നിർബന്ധമില്ല. ഞാൻ വാഷ് ചെയ്യാറില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബേബി സോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പൂ വെച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇത് നല്ലൊരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഡെയിലി 2 ടൈം യൂസ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്നുണ്ട് 2 നേരം, രാവിലെയും രാത്രിയും. അത്രയേ ഉള്ളൂ. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ് ഇത് എത്ര നാൾ ഉപയോഗിച്ചാൽ ഒരു റിസൾട്ട് കിട്ടാൻ മാക്സിമം എത്ര നാൾ എടുക്കും. അപ്പോൾ ഇതിൽ തന്നെ കമ്പനി അവകാശപ്പെടുന്നത് അതായത് ഒരു 90 ദിവസം നമ്മളിത് കണ്ടിന്യൂസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഒരു നല്ല അടിപൊളി ഒരു റിസൾട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും ആ കമ്പനി എന്ത് പറയുന്നു, എത്ര നാൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്, ഒരു മാക്സിമം നമ്മൾ അത്ര നാൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് മാറ്റം ഉണ്ടായി, ഇവന് മാറ്റം ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ എടുത്താൽ ഞങ്ങളുടെ ആ വീഡിയോയ്ക്ക് താഴെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇത് 100% നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തലമുടിയൊക്കെ നമുക്ക് നല്ല സെറ്റാക്കി വെട്ടാം, നല്ല ഷൈനി ആയിട്ടൊക്കെ ഇരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മസാജ് ചെയ്തതിന് ശേഷം ഒരു ഹെയർ ബാൻഡ്, ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഇതെടുത്തിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കും. ഇതെന്താണ്, സൂപ്പർമാനാണ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഈ ഓയിലിനെ പറ്റി എനിക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ പറയാനുള്ളത് എൻ്റെ ബ്രദറിനായിരിക്കും. കാര്യം അവനാണ് എനിക്ക് ഈ ഓയിലിനെ പറ്റി പറഞ്ഞത്. അവൻ പറഞ്ഞത് ഞാനിത് തേക്കുന്നത്, അല്ലാതെ എനിക്ക് യാതൊരു അറിവുമില്ല ഈ ഓയിലിനെ പറ്റി. അപ്പോൾ അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ശേഷം ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പം ബാക്കി കാര്യങ്ങൾ അവൻ പറയും. വാടാ പറയടാ. ആ, ദേ വന്നിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്. ആ, അപ്പോൾ നീ പറഞ്ഞോ, നീ എങ്ങനെയാണ് തലയിൽ തേച്ചുള്ള കാര്യം? താടി മീശയെ കുറിച്ചൊന്നും പറയണ്ട, അത് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് എന്നെ ബോറായി തുടങ്ങി. കഴിഞ്ഞതിന് പറഞ്ഞ അതേപോലെ തന്നെ ഇതെന്തായാലും എനിക്കെന്തായാലും ഇത് തേച്ചിട്ട് ഒരു 100% എനിക്ക് വരുന്നുണ്ട്. എനിക്ക് മുമ്പ് തന്നെ മുടി വളർത്തുന്ന ഈ സമയത്ത് ഇതിന് മുമ്പ് ഞാൻ മുടി വളർത്തുമായിരുന്നു. പക്ഷേ എനിക്ക് ഈ മുടി വളർത്തുന്ന സമയത്ത് മെയിനായിട്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കോതമ്പം മുടി എല്ലാവിടെ ഉടക്കി കുരുക്ക് വീണ് ഇതിലൂടെ പുഴുതു വരും. അത് റൂട്ട് ഉൾപ്പെടെ അകത്ത ഒരു വൈറ്റ് ആയിട്ടുള്ള മുടി ചീപ്പുക, എന്നാൽ ചീപ്പമ്പം എല്ലാവിടെ പുഴുതിഞ്ഞ് വരും. അതെന്ന് പറഞ്ഞാൽ ഒരു നല്ല, ഞാൻ രാത്രി കിടക്കുന്നതും എൻ്റെ റൂം നിറച്ച് മുടിയാണ്, അതെല്ലാം പൊട്ടി വരെ ഒരു കട്ടിയില്ല, ഒരു തിക്ക് കാണത്തില്ല. അങ്ങനെയാണ് ഞാൻ മെയിനായിട്ടും ഇങ്ങനെ ഞാൻ എല്ലാം തേച്ച് നോക്കി, ഒരു വിധമുള്ള എണ്ണ എല്ലാം തേച്ച് നോക്കിയിട്ട് അത് കുറേ കണ്ടിന്യൂസ് കുറേ ആൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവനെ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. മുന്നേ നമ്മൾ ഇവിടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മ കാച്ചി എണ്ണയൊക്കെ തരുമായിരുന്നു, അതൊക്കെ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പഴയ ഫോട്ടോസ് കണ്ടാൽ അറിയാൻ പറ്റും, ഞാൻ മുടി വളർത്തുന്ന ഒരാളല്ല. എനിക്ക് അത്രയും മുടിയില്ല, പക്ഷേ ഞാൻ മുടി വളർത്തുന്ന ഒരാളല്ലായിരുന്നു. എനിക്ക് മുടി ജസ്റ്റ് ഒന്ന് വളർന്നാൽ തന്നെ എനിക്ക് അപ്പോഴേ പൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. പക്ഷേ ഇതും തേച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ വളർത്തിക്കൊണ്ട് വരികയാണ്, എവിടെ വരെ പോകുന്നത് കാണുമല്ലോ. വേറെ പൊഴിയൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഷൈൻ. നിങ്ങാണ്ട് മുന്നേ ഇങ്ങനെ കേട്ടപ്പോൾ മുടി പൊട്ടി നമ്മൾ കയ്യിൽ വരും, താണ്ടേ നോക്ക്, ഒരു മുടി പോലും വരത്തില്ല. അല്ലാത്ത സമയങ്ങളിലെല്ലാം മുടി ഇങ്ങനെ പിടിക്കുമ്പോൾ മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കും അതേ പ്രശ്നം തന്നെയായിരുന്നു. മുടി ഇങ്ങനെ പിടിച്ച് അത്യാവശ്യം നല്ല ഇവരുണ്ട്. ഇപ്പോൾ സാധാരണ എല്ലാവർക്കും നല്ല ലെങ്ത് ആകുമ്പോഴത്തേക്കും മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ഇതിനകത്തില്ല, പൊഴിഞ്ഞൊന്നും പോകുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. നമുക്കിത് ഹെയറിന് അപ്ലൈ ചെയ്താൽ ഇത് 100% എഫക്റ്റീവ് ആവും. ഓക്കെ, ഇത് വെച്ചിട്ട് രക്ഷയുള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ ഈ ഒരു സംഭവം നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ, ഈ സാധനം വയ്ക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ അനിയന്മാരെല്ലാം ഇത് വെച്ചുകൊണ്ട് നടക്കുന്നത്, എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളൊക്കെ. അപ്പോൾ ഞാനും ആൾക്കാരെ ഞാൻ ആദ്യം കളിയാക്കിയിരുന്നു, എടാ പോയി മുടി വെട്ടാ, എനിക്ക് അസൂയായിരുന്നു. പക്ഷേ ഇപ്പം ഞാനും വെച്ചിട്ടുണ്ട് ഈ സാധനം. ഇത് കൊള്ളാം കേട്ടോ. ഇത് വെക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരുപാട് ടൈറ്റ് ഇറുക്കി വയ്ക്കരുത്, ഇവിടുത്തെ മുടിയെല്ലാം കൂടെ പുഴുതു പോകും. ഓക്കെ, അപ്പോൾ അതിന് ഇത് ജസ്റ്റൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് വൃത്തിയായിട്ടിരിക്കും മുടി, അത്രേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു അബദ്ധം പറ്റി. ഇവൻ്റെ കുറച്ച് പഴയ ഫോട്ടോസ് ഞാൻ കാണിക്കാറുണ്ട്. ഞാൻ വിട്ടുപോയി. ഞാൻ എല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഇവൻ എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോഴാണ് ഇവൻ എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നത്. ഞാൻ രാത്രിയാണ് ചോദിച്ചായിരുന്നു ഫോട്ടോ അയച്ചു കളാന്ന് പറഞ്ഞത്, ഇത് അയച്ചു തന്നില്ല. ഞാൻ പിന്നെ ഇടാൻ മറന്നുപോയി. അപ്പോൾ അതിനെനിക്ക് കുറേ തെറിവിളി കേട്ടു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ അവൻ്റെ ഫോട്ടോ എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സാധനം ഇവൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ എത്ര നാളാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്? 3 മാസം കഴിഞ്ഞാണ്. ഞാനിപ്പോൾ 2 മാസം ആവുന്നേ ഉള്ളൂ. 2 മാസം ആയി. അപ്പോഴിത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ മുടി ഇപ്പോൾ പൊഴിയുന്നവർക്ക് ഈ സാധനം ഇപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മാക്സിമം നിങ്ങൾ ആ മുടി പൊഴിച്ചിട്ട് സ്റ്റോപ്പ് ആവും, ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് പൊഴിയത്തേ ഇല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ മതി. പിന്നെ നമുക്ക് പതിയെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് മിനോക്സിൽ പോലെ അത്ര സ്റ്റോപ്പ് ചെയ്താൽ മുടി പൊഴിഞ്ഞു പോകത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു എണ്ണ പോലെയാണ് നമുക്കിത് ഉപയോഗിക്കാം. നിങ്ങൾക്കിപ്പോൾ എൻ്റെ മുടി തന്നെ കണ്ട തമ്മിൽ അറിയാൻ പറ്റിയ വ്യത്യാസം എന്താണ്? എൻ്റെ തമ്മിൽ വ്യത്യാസം കണ്ടില്ലേ? ഒരു ടെക്സ്ചർ തന്നെ വേറെയാണ്. ഇവൻ്റെ നല്ലൊരു ഗ്ലോസി ഫിനിഷുണ്ട്. എനിക്കിവിടെ മറ്റേ മാറ്റ് പോലെ ഇരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മിനോക്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരു ഒരു തിക്നെസ് ഉണ്ടാകത്തില്ല. മുടി സോഫ്റ്റായി എന്ന് വെച്ചാൽ ആൽക്കഹോൾ ആയതുകൊണ്ട് മുടിക്ക് ഒരു തിക്നെസ് ഉണ്ടാകത്തില്ല. മുടിക്ക് ഒരു നല്ലൊരു ടെക്സ്ചർ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എൻ്റെയൊക്കെ പോലെ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പോൾ മാറി വരുന്നുണ്ട്. അപ്പം ഇവൻ്റെ പോലെ നല്ലൊരു ഫിനിഷിങ് കിട്ടും നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇവൻ മിനോക്സിഡിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇവ ഉപയോഗിച്ചിട്ടില്ല. കാര്യം ഇവന് 20 വയസ്സാകുന്നേ ഉള്ളൂ. എന്നെക്കാട്ടി ഇവന് 6 വയസ്സ് ഇളയതാണ്. അപ്പോൾ ഇവനത് ഉപയോഗിക്കാറായില്ല. ഞാൻ ഇവനെ കൊണ്ട് ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല. ഓടാനൊക്കെ പോകണമെങ്കിൽ വല്ല കുഴപ്പമൊന്നും. ഇവനാണെങ്കിൽ ആർമിയിൽ അതിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓടാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ അവൻ പേടിക്കണം, അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ തന്നെ ഇവൻ്റെ മാറ്റമുണ്ട്. ഇപ്പോൾ താടിക്ക് മീശയ്ക്ക് മാറ്റമുണ്ട്, തല മുടിക്ക് മാറ്റമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവന് മറ്റേ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനും അത് കംപ്ലീറ്റ് സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാനുള്ള ലിങ്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൽ കയറി ഓർഡർ ചെയ്യുക.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ കയറി ആൾക്കാരല്ല കുറേ പേര് അടുത്തുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പല ആൾക്കാരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്തേക്കാം. ടെക്കി യാത്ര എന്നാണ് എൻ്റെ പേര്. ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഇനി പറയാൻ മറന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലും കൂടെ അടിച്ചാൽ അടുത്ത വീഡിയോ ഇട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും അതുവരെ കാണുമ്പോഴേക്കും ബൈ ബൈ. നമസ്കാരം. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ തലമുടി പല കാരണങ്ങൾ